നിങ്ങൾ എന്നെ കള്ളക്കേസിൽ ഒന്നാം പ്രതിയാക്കിയെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരം വേണം. എന്നിട്ട് കുറെ ന്യായീകരണ തൊഴിലാളികളെയും വെച്ച് വല്ല പണിക്കും പോടചക്ക എന്ന് പറയുന്നതല്ല. ഇതും ഒരു ജോലി തന്നെയാണ്. നിങ്ങൾ എന്റെ പേരിലെടുത്ത കള്ളക്കേസുകൾക്ക് ഞാൻ നഷ്ടപരിഹാരം നിങ്ങളിൽ നിന്ന് തന്നെ ഈടാക്കും. നമസ്കാരം, ഞാൻ ബോസ്കോ കളമശ്ശേരി. കേരള പോലീസ് എന്റെ പേരിൽ ഒരു കള്ളക്കേസെടുത്തു. കള്ളക്കേസെടുത്തപ്പോ ഞാനിത് ACP അടക്കമുള്ളവർക്ക് ഞാൻ എൻ്റെ പരാതി കൊടുത്തു. ഈ പരാതിയിൽ ഞാൻ നിരപരാധിയാണെന്നും എന്നെ ഈ കേസിൽ നിന്നും ഒഴിവാക്കണം എന്നും പറഞ്ഞ് ഞാൻ പരാതി ഉൾപ്പെടെ കൊടുത്തു. ഇതൊന്നും കേൾക്കാതെ എൻ്റെ അടുത്ത് പോലീസ് ACP ഉൾപ്പെടെ എൻ്റെ അടുത്ത് പറഞ്ഞത്, ബോസ്കോ, താങ്കൾ ഇട്ട ഡ്രസ് കോഡാണ് താങ്കളെ ഒന്നാം പ്രതിയാക്കാനുണ്ടായ കാരണം എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, സാറേ, ഞാൻ ബിക്കിനിയും ഒക്കെ വിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഫൈനൽ റിപ്പോർട്ടിൽ ജെൻഡർ എഴുതുമ്പോൾ എന്നെ സ്ത്രീ എന്ന് രേഖപ്പെടുത്തുമോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഞാൻ ചോദിച്ചു. അല്ല, അത് പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമാണ് എന്നും പറഞ്ഞു. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നിങ്ങൾ ചെയ്യൂ, എനിക്ക് പരാതി തരാനുള്ള എൻ്റെ അവകാശമാണ്, ഞാൻ അതിന്റെ അടിസ്ഥാനത്തിൽ പരാതി തന്നു എന്നും പറഞ്ഞു. ഇതൊന്നും കേൾക്കാതെ, ഞാൻ പറഞ്ഞതിന്റെ വാസ്തവം പോലും അന്വേഷിക്കാൻ തയ്യാറാവാതെ എന്റെ പേരിൽ കള്ളക്കേസ് എടുത്തു, എന്നെ ഒന്നാം പ്രതിയാക്കി ചിത്രീകരിച്ചു, കോടതിയിൽ കേസും കൊടുത്തു. കോടതിയിൽ കേസും കൊടുത്തു. എനിക്ക് കോടതി മുഖാന്തരം എനിക്ക് സമൻസ് കിട്ടി. സമൻസും കയ്യിലേക്ക് കിട്ടി. ഞാൻ ഈ സമൻസ് ഉൾപ്പെടെ ഞാൻ ചുമന്നുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഞാൻ സമീപിക്കുകയും ഞാൻ കൊടുത്ത പരാതികളിലൊന്നും യാതൊരു നടപടികളും ഇവർ സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഞാൻ വെള്ള ഉടുപ്പിട്ട് പുറത്തിറങ്ങിയതിന് അല്ലെങ്കിൽ വാർത്ത ചെയ്യാൻ പോയ എന്നെ ഒന്നാം പ്രതിയായി കേസെടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കോടതിയെ സമീപിച്ചു, സ്വയം വാദിച്ചു. സ്വയം വാദിച്ച എനിക്ക് കോടതി അതിൽ നേരിട്ട് ബോധ്യപ്പെട്ടു, രേഖകൾ സഹിതം. ഞാൻ കൊടുത്ത പരാതി, ACPക്ക് കൊടുത്ത പരാതിയുടെ പകർപ്പ്, രേഖകൾ, എല്ലാ സാധനവും ഞാൻ എടുത്തു കൊടുത്തു. അവസാനം കോടതിക്ക് അത് മനസ്സിലായതുകൊണ്ട് ഹൈക്കോടതി എന്നോട് പറഞ്ഞു, നിങ്ങളെ ഞാൻ ഇതിൽ ഹാജരാവുക പോലും വേണ്ട, നിങ്ങളുടെ വക്കീൽ മുഖാന്തരമാണ് ഹാജരാവുന്നതെങ്കിൽ കക്ഷി ഹാജരാവാതെ ഈ കേസ് കോഷ് ചെയ്യണം അല്ലെങ്കിൽ തീർക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എനിക്കുണ്ടായ നഷ്ടം, ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് എന്ന് ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടും കേൾക്കാതെ നിങ്ങൾ എന്നെ കള്ളക്കേസിൽ ഒന്നാം പ്രതിയാക്കിയ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണമെന്നേ. അല്ലാതെ നിങ്ങളൊരു പേനയും പേപ്പറും എടുത്തിട്ട് എടുത്ത് ബോസ്കോ കളമശ്ശേരി ഒന്നാം പ്രതി എന്ന് പറഞ്ഞ നിങ്ങൾ അങ്ങോട്ട് കോടതിയിലേക്ക് ഫയൽ ചെയ്താ ഞാൻ കോടതിയിൽ പേപ്പറും ചുമന്നുകൊണ്ട് നടക്കും. നിങ്ങൾ ഞാൻ പറഞ്ഞ പരാതിയിൽ എന്തെങ്കിലും വാസ്തവം ഉണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും അന്വേഷിച്ചായിരുന്നോ? ഇതിനകത്ത് വാസ്തവവിരുദ്ധമാണോ സത്യസന്ധമാണോ എന്ന് നിങ്ങൾ അന്വേഷിക്കാൻ നിങ്ങൾക്ക് ബാധ്യത ഉണ്ടായിരുന്നോ? നിങ്ങൾ അന്വേഷിച്ചായിരുന്നോ? ഇല്ല. ഒരന്വേഷണവും നടത്താതെ, ഒരു കുന്തവും നടത്താതെ നിങ്ങൾ എന്നെ കള്ളക്കേസിൽ ഒന്നാം പ്രതിയാക്കിയെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരം വേണം. 1.5 വർഷമായില്ലേ ഞാൻ ഇതിന്റെ പുറകെ കിടക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. ഞാൻ അത് ഫയൽ ചെയ്യും. ഞാൻ അമേരിക്കയിലൊക്കെ മാനസിക വേദ അളന്നിട്ടാണ് നഷ്ടപരിഹാരം കൊടുക്കുന്നത്. ലോകത്ത്, കേരളത്തിലെന്നല്ല, ലോകത്തെ എല്ലായിടത്തും പോലീസ് വാസ്തവം അന്വേഷിച്ച് മാത്രമാണ് കേസെടുക്കുന്നത്. ഇവിടെയോ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വാർത്ത ചെയ്തു, അതുകൊണ്ട് നിങ്ങൾ പ്രതി. കരുണാകരനെതിരെ വാർത്ത ചെയ്തു, അതുകൊണ്ട് നവാബ് രാജേന്ദ്രൻ ഒന്നാം പ്രതി. എത്ര തവണ പോലീസ് മുഷ്ടി ഉരുട്ടി ഇടിച്ചിട്ടുണ്ട്? അതോ മാധ്യമ പ്രവർത്തകർ സത്യസന്ധമായി വാർത്ത ചെയ്ത് കുനിച്ചു നിർത്തി ഇടിക്കാൻ വേണ്ടിയിട്ടുള്ളതാണോ കേരള പോലീസ്? എനിക്ക് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. കള്ളക്കേസ് എടുക്കാനുള്ളതല്ല, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ വേണ്ടിയിട്ടുള്ളതാണ് പോലീസ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പേരിൽ കള്ളക്കേസ് എടുത്ത് 1.5 വർഷം എന്നെ നടത്തിച്ച പോലീസ് തന്നെ എനിക്ക് നഷ്ടപരിഹാരവും തന്നെ. ഇത് സുതാര്യമായിരിക്കണം അന്വേഷണം. അല്ലാതെ
മേളിൽ നിന്ന് മേലുദ്യോഗസ്ഥൻ വിളിച്ചു പറഞ്ഞു ബോസ്കോ കളമശ്ശേരിനെ അങ്ങോട്ട് ജയിലിലിട്ടോ, അല്ലെങ്കിൽ ഇന്ന ആളെ പിടിച്ച് അങ്ങോട്ട് ജയിലിലിട്ടോ. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. ഞാൻ നഷ്ടപരിഹാരത്തിനായിട്ട് നിയമ നടപടികളുമായി മുന്നോട്ട് പോകും. ഇവിടെ എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാ. അത് പറ്റത്തില്ല. മാധ്യമ പ്രവർത്തകനും പോലീസ് പ്രവർത്തനം പോലെ തന്നെയുള്ളതാണ് മാധ്യമ പ്രവർത്തനവും. അതിൽ നിങ്ങൾ കള്ളക്കേസ് എടുക്കാൻ തുടങ്ങിയ കേരളത്തില് സർക്കാരിനെതിരെ വാർത്ത ചെയ്യുന്ന ഒറ്റ മാധ്യമ പ്രവർത്തകരും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ കാര്യത്തിൽ തീരുമാനം വേണം, എനിക്ക് നടപടി ഉണ്ടാവണം, എനിക്ക് നഷ്ടപരിഹാരവും കിട്ടണം. കള്ളക്കേസ് എടുത്താൽ നിങ്ങൾ പേനയും പേപ്പറും എടുത്ത് ഒരു കുറിച്ചിട്ട് അങ്ങനെ തീർന്നല്ല. എനിക്ക് പറയാനുള്ളത് എന്താണെന്നും ഞാൻ തന്ന ഡോക്യുമെന്റ്സുകൾ നിങ്ങൾ രേഖയായി പോലും കണക്ക് കൂട്ടാതെ നിങ്ങൾ എന്റെ പേരിൽ എടുത്ത കള്ളക്കേസിന് ഇതൊരു തിരിച്ചടി കിട്ടിയതാണ്. തിരിച്ചടി ഇവിടെ കൊണ്ടും തീരൂല. നിങ്ങൾ ഇനിയും എന്റെ പേരിൽ കേസെടുക്കണം. അപ്പോഴാണ് ഞാൻ ഇനിയും എനിക്ക് നഷ്ടപരിഹാരത്തിന് ഞാൻ കേസെടുക്കാനായിട്ട്, അല്ലെങ്കിൽ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുകൊണ്ട് ഇനിയും ഞാൻ കേസുകൾ ഫയൽ ചെയ്യും. എന്നിട്ട് കുറെ ന്യായീകരണ തൊഴിലാളികളെയും വെച്ച് വല്ല പണിക്കും പോടചക്ക എന്ന് പറയുന്നതല്ല. ഇതും ഒരു ജോലി തന്നെയാണ്. നിങ്ങൾ എന്റെ പേരിലെടുത്ത കള്ളക്കേസുകൾക്ക് ഞാൻ നഷ്ടപരിഹാരം നിങ്ങളിൽ നിന്ന് തന്നെ ഈടാക്കും. ഞാൻ ഡയറക്ഷൻ മേടിക്കുന്നേ. അങ്ങ് സുപ്രീം കോടതി വരെ ഞാൻ പോയിട്ട് പറഞ്ഞ് ഞാൻ കേസ് നടത്തും. എനിക്ക് എന്റെ കേസിനകത്ത് അടിയന്തരമായിട്ട് കേസ് തീർപ്പാക്കണം എന്നും പറഞ്ഞുകൊണ്ട്. അല്ലാതെ നിങ്ങൾക്ക് മാത്രമുള്ളതല്ല, എനിക്കും കൂടി ഉള്ളതാണ് റൈറ്റ്. ഇന്ത്യൻ ഭരണഘടന എനിക്ക് തന്നിട്ടുള്ള സ്വാതന്ത്ര്യവും ഇതൊക്കെ തന്നെയാണ്. എന്തായാലും കള്ളക്കേസ് എടുത്ത നിങ്ങൾ ഇനി നിങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കിയിട്ട് ഞാൻ എൻ്റെ ഈ കേസിനകത്ത് തുടർ നടപടികൾ അവസാനിപ്പിക്കുന്നുള്ളൂ. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണമെന്നുള്ളത് എൻ്റെ വാശിയുടെ ഭാഗം കൂടിയാണ്. നിങ്ങളെ കാരണം എൻ്റെ പോയത് 1.5 വർഷമാണെങ്കിൽ നിങ്ങൾ നഷ്ടപരിഹാരം കൂടി തരണമെന്നേ. വാസ്തവം അന്വേഷിക്കാതെ എന്നെ 1-ാം പ്രതിയാക്കി കേസെടുത്തെങ്കിൽ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.